ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഡിവൈസാണ്. 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടെക്നോ പോവ 6 Pro. അപ്പോൾ ടെക്നോ പോവ 5 സീരീസ് വളരെ പോപ്പുലർ ആയിരുന്നു, നല്ല ഹാർഡ്വെയർ ഒക്കെ ആയിട്ടാണ് വന്നത്. ഇത്തവണയും തന്നെ ടെക്നോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ടെക്നോ പോവ 6 Proയിലൂടെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എടുത്തു പറയാണ്ട്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, 70 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതിനൊപ്പം തന്നെ ബാക്ക് പാനലിൽ 200 LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് എഫക്റ്റ് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനൊപ്പം തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ചാർജിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ലൈറ്റ് എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടെക്നോ പോവ 6 Pro ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില പറയാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇത് വരുന്നത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് 17,999 ആണ്. 2,000 rupees കാർഡ് ഓഫർ ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ആക്ച്വൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 19,999 രൂപയാണ്. 8 GB RAM ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 12 GB RAM വേരിയൻ്റ് ഉണ്ട്, അതിന് 2,000 രൂപയുടെ കൂടുതലാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയാം. അപ്പോൾ ടെക്നോ പോവ 6 Proൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതൊരു 5G ഡിവൈസാണ്. അപ്പോൾ അൺബോക്സിംഗിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഇവിടെ നമുക്ക് എഴുതിയാണ് ടെക്നോ പോവ 6 Pro. ഇതുണ്ടോ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട്. ഈ ലൈറ്റ് ആണ് നമുക്ക് അഡീഷണൽ 200 LEDs ഉപയോഗിച്ചിട്ട് ആർക്ക് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ LED ഫ്ലാഷിന് ചുറ്റുമുണ്ട്. പിന്നെ 24 GB RAM ഉണ്ട്, 256 GB സ്റ്റോറേജ് ആണ്. 24 GB RAM എന്ന് പറഞ്ഞാൽ 12 ആണ്, 12+12 ആണ് വരുന്നത്. പിന്നെ ടെക്നോ പോവ 6 Pro അവിടെ ബാക്കിൽ എഴുതിയതാണ്. പിന്നെ 70 വാട്ട് അൾട്രാ ചാർജിങ് ആണ്, 6000 mAh ബാറ്ററി, ആർക്ക് ഇന്റർഫേസ്, ഡിമെൻസിറ്റി 6080, ഫുൾ HD AMOLED ഡിസ്പ്ലേ, 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 108 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, മെയിൻ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ പോവ 6 Pro ആണ് കാണുന്നത്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് മാറ്റി വയ്ക്കാൻ, നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉള്ളിൽ കിട്ടുന്നത് യൂസർ മാനുവലും 12 months വാറൻറ്റി സർട്ടിഫിക്കേഷനുമാണ്. പിന്നെ ഒരു അടിപൊളി കേസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേസാണ്. ഒരു TPU കേസാണ്. ഇതിനകത്ത് TPU ആണ്, പക്ഷേ സൈഡ് ഡിവൈസിൻ്റെ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്കിതാ 70 വാട്ട് അഡാപ്റ്റർ ഉണ്ടല്ലേ, ടെക്നോൻ്റെ 70 വാട്ട് അഡാപ്റ്ററാണ്. USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്യാം. ഇതാണ് ടെക്നോ പോവ 6 Pro. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് മാറ്റിയേക്കാം. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ബാക്ക് പാനൽ. ഇവിടെയാണ് നമുക്ക് ആ LED ലൈറ്റ് വരുന്നത്. ഞാനത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് പ്രൈമറി ക്യാമറ 108 മെഗാപിക്സൽ, 2 മെഗാപിക്സൽ പോർട്രേറ്റ് സെൻസർ, പിന്നെ ഒരു AI സെൻസറാണ് വരുന്നത്. ടെക്നോ പോവ എന്ന് എഴുതിയാണ്. ഹൈ ഡെൻസിറ്റി 6000 mAh ബാറ്ററി. ഇവിടെ നമുക്ക് കുറച്ച് അൾട്രാ ചാർജ്, അതായത് 108 മെഗാപിക്സൽ ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടെക്നോ പറയുന്നത് ഇതൊരു എന്താ പറയുക, മദർ ബോർഡിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ പവർ ബട്ടണും വോളിയം റോക്കർ കീസുമാണ് വരുന്നത്. ഇവിടെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. താഴത്ത് 3.5 mm ഓഡിയോ ജാക്ക്, USB Type-C പോർട്ട്, വീണ്ടും സ്പീക്കറാണ്. ഇത് എന്താ പറയുക, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കറാണ്. പിന്നെ ഇവിടെ നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ സിം ട്രേ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, SD കാർഡും ഉണ്ട്. പിന്നെ 2 സിം കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഫോൺ ബൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇതാണ് ഡിസ്പ്ലേ. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ ബെസൽസ് ഉണ്ടല്ലേ, വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, അതായത് ഭയങ്കര മിനിമൽ അല്ല, എന്നാൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട ഒരു ബെസൽസ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ചാൽ 195 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അറൗണ്ട് 7.9 mm ആണ് വരുന്നത്. അപ്പോൾ ഈ 7.9 mm ആണെങ്കിൽ പോലും 6000 mAh ബാറ്ററി ഉള്ള ഏറ്റവും സ്ലിമ്മസ്റ്റ് ഡിവൈസ് എന്നാണ് ടെക്നോ പറയുന്നത്. അത് ശരിയാണ്. ആക്ച്വലി 7.9 mm സാധാരണ 6000 mAh ബാറ്ററി വരാറില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെ. വളരെ സ്ലിം ആൻഡ് ഇൻഫാക്ട് 195 gram എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഹെവി ഡിവൈസ് ഒന്നല്ല. 6000 mAh ബാറ്ററി ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഇതാവും. പക്ഷേ ഒരു ഹൈ ഡെൻസിറ്റി ബാറ്ററി ഉണ്ട്. വെയിറ്റ് കുറേയും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അത് നല്ല ഒരു ആസ്പെക്ട് തന്നെയാണ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, കുറേയും കൂടെ ഒരു വൈബ്രൻറ്റ് കളേഴ്സും അതിനൊപ്പം തന്നെ ഈ കേസും ഉണ്ട്. ഈ കേസ് ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം.
ഉണ്ടോ, നല്ലൊരു സ്റ്റൈലിഷ് കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലേ കേസ്, അതിനൊപ്പം തന്നെ മാച്ചിങ് കേസാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കേസാണ്, നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തരുന്ന ഒരു കേസും കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയാം. അപ്പോൾ ബോക്സിനകത്ത് തന്നെ ഇങ്ങനത്തെ കേസ് കൊടുക്കുന്ന വളരെ ചുരുക്കം ബ്രാൻഡുകൾ, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. അറൗണ്ട് 6.78 ഇഞ്ചസ് ആണ്. ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ DCI P3 കളർ ഗാമറ്റ് സപ്പോർട്ട് ചെയ്യാനാണ്. അതിനൊപ്പം 1300 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ ഡൈനാമിക് പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്, അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് പറയാം. അതിനൊപ്പം തന്നെ നമുക്ക് IP53 റേറ്റിംഗും ഈ ഡിവൈസിൽ വരുന്നുണ്ട്. DCI P3 കളർ ഗാമറ്റ് 2160 Hz PWM ഡിമ്മിങ്ങും ഇതിനകത്തുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അതിനൊപ്പം തന്നെ ഡിസ്പ്ലേ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ സ്ക്രീൻ റിഫ്രഷ് ചെയ്തിട്ടുണ്ടല്ലേ 120, 90, 60 അല്ലെങ്കിൽ ഓട്ടോ സ്വിച്ച് ഉണ്ട്. അപ്പോൾ 4 ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കളർ സ്റ്റൈൽ ചൂസ് ചെയ്യാം. ഒറിജിനൽ കളർ, ബ്രൈറ്റ് കളേർഡ് വേണമെങ്കിൽ ബ്രൈറ്റ് കളറിലേക്ക് പോകാം. പിന്നെ വാംനെസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വിവിഡ് ഡിസ്പ്ലേ, അതിനൊപ്പം തന്നെ നല്ലൊരു ടച്ച് റെസ്പോൺസും ക്വാളിറ്റി നല്ലതാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ബ്രില്യൻ ഡിസ്പ്ലേ എന്ന് പറയാം. മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് മാക്സിമം വീഡിയോ പ്ലേ ബാക്ക് 1440p ആണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. പക്ഷേ നല്ല ക്വാളിറ്റി പ്ലേ ബാക്ക് ആണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്നത് HiOS ആണ്. അപ്പോൾ ടെക്നോന്റെ തന്നെ ഒരു കസ്റ്റം UI ആണ് HiOS എന്ന് പറയുന്നത്. Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് HiOSനെ കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ UI എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഐക്കൺ എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഇവിടെ നമുക്ക് മൈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ടെക്നോ പോവ 6 Pro Dimensity 6080 ആണ് വരുന്നത് ചിപ്പ്. ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ്. നല്ലൊരു ഫീച്ചർ ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിലും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണാം, സ്ക്രീൻ റെസൊല്യൂഷൻ അങ്ങനത്തെ. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ലൈവ് വാൾപേപ്പർ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, കളേഴ്സ് ചൂസ് ചെയ്യാം, ഫോൺസ് ചൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഡൈനാമിക് പോർട്ട്, ഇവിടെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലേ അതുണ്ട്, ഡൈനാമിക് പോർട്ട്, മെമ്മറി ഫ്യൂഷൻ, ഫ്ലോട്ടിംഗ് വിൻഡോസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമൈസേഷൻ, നമുക്ക് ടീംസ് സപ്പോർട്ടും എല്ലാം തന്നെ ഉണ്ട്. നല്ലൊരു UI എക്സ്പീരിയൻസ്. ഇനി ബ്രോഡ്ബെയറിന്റെ സീൻ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ബ്രോഡ്ബെയർസ് ഒക്കെ ഉണ്ട്. കുറച്ച് സ്നാപ്ചാറ്റ്, വിഷ പ്ലെയർ, T സ്പോട്ട്, പിന്നെ ചില ആപ്സും കൂടി ഇൻസ്റ്റാൾഡ് ആണ്, ഫേസ്ബുക്ക്, AHA ഗെയിംസ്. എന്നാലും റിലേറ്റീവ്ലി കുറവാന്ന് പറയാം, കുറവാണ് ആപ്സ്. എന്നാലും കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്. എന്നാലും റിലേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ പൊതുവെ ചില ഫോൺസൊക്കെ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഷിപ്പ് ചെയ്യാണ്ട് ഇവിടെ അത്രയ്ക്ക് അധികം ഇല്ല എന്ന് പറയാം. എനിക്കൊന്ന് UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല HiOSന്റെ. അപ്പോൾ അതാണ് UIനെ കുറിച്ച് പറയുകയാണെങ്കിൽ HiOS Android 14 ആണ് വരുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ Dimensity 6080 ചിപ്പാണ് വരുന്നത്. 8GB റാമും 12GB റാമും ആണ് ഉള്ളത്. 256GB സ്റ്റോറേജ് ആണ്. നമ്മുടെ കയ്യിലുള്ള 12GB റാം ആണ്. പിന്നെ Dimensity 6080 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോസസ്സറാണ്. അറൌണ്ട് 4,20,000 ആണ് ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. ഇതിനകത്ത് UFS 2.2 സ്റ്റോറേജ് ആണ്, LPDDR4X റാമാണ് വരുന്നത്. അപ്പോൾ ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഒരു 15,000 to 20,000 റുപ്പീസിന് അത്യാവശ്യം വേണ്ട ഒരു പെർഫോമൻസിനാണ് Dimensity 6080 ചിപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഡേ ടു ഡേ ടാസ്ക് ഒക്കെ അനായാസം യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഇഷ്യൂസോ അങ്ങനത്തെ ലാഗോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഇത് 5G ഡിവൈസ് ആണ്. ഒബ്വിയസ്ലി Dimensity 6080 5G സപ്പോർട്ട് ഉണ്ട്. എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. ഇനി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതിനൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് അഡീഷണൽ വരുന്നത് NFC ഉണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഇൻഫ്രാറെഡ് സെൻസറും ഉണ്ട്. പിന്നെ വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ടെക്നോ എല്ലാം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യത്തിലും ടെക്നോ ഇതിനകത്ത് ടോപ്പ് ഓഫ് ദ സെഗ്മെന്റ് ഹാർഡ്വെയർ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു നല്ല കാര്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ആർക്ക് ഇന്റർഫേസ് ഇതുണ്ടല്ലേ, ഈ ആർക്ക് ഇന്റർഫേസ് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി, പേഴ്സണലൈസേഷൻ, ഡൈനാമിക് ലൈറ്റ് എഫക്റ്റ്. ഇവിടെ നമുക്ക് ഡൈനാമിക് ലൈറ്റ് എഫക്റ്റ് ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൾസ്, നോട്ടിഫിക്കേഷൻ, മ്യൂസിക്, ഇപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ട ഏത് ലൈറ്റ് ആണെന്നില്ലേ നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടോ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ടോ, ഇതാണ് ലൈറ്റ്. വളരെ നല്ലൊരു സൂതിങ് എഫക്റ്റ് ആയിട്ടാണ് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. റിതം അല്ലേ, ഇപ്പോൾ വേറെ ടൈപ്പാണ് റിതം, ഒരു മ്യൂസിക്കിൻ്റെ റിതം പോലെ വരുന്നത്. അതിനൊപ്പം തന്നെ ബ്രീത്ത്,
അപ്പോൾ ബ്രീത്ത് ചെയ്യണ ഒരു ഇമ്പാക്റ്റിലാണ് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത്. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റ് എഫക്ട് മാനേജ്മെന്റ് ഫോർ ആപ്സ്, ഇത്രയും ആപ്സാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലൈറ്റ്, ലെഫ്റ്റ് ലൈറ്റ്, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. റൈറ്റ് ലൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ലൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും സെറ്റ് ചെയ്യാം. കോൾസിന് ഡിഫറെൻറ്റ് ലൈറ്റ്, നോട്ടിഫിക്കേഷൻ ഡിഫറെൻറ്റ് ലൈറ്റ്, മ്യൂസിക്കിന് ഡിഫറെൻറ്റ് ലൈറ്റ്, പാർട്ടി മോഡ്, ചാർജിങ്, ടേക്കിംഗ് ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാം. ലൈറ്റ് എഫക്റ്റ് നമുക്ക് ഡ്യൂറേഷനും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എഫക്റ്റ് 200 LEDs കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഒരു ആർക്ക് ഇൻ്റർഫേസ്, അത് ഒരു നല്ല ഒരു ക്വാളിറ്റി ഫീച്ചറായിട്ട് തന്നെ പറയാം. കാരണം ഒരു ലൈറ്റ് എഫക്റ്റ്, നല്ലൊരു ഭംഗിയുള്ള ഒരു ലൈറ്റ് എഫക്റ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ട്. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ള ഒരു ലൈറ്റ് എഫക്റ്റ്. കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണുകയാണെങ്കിൽ കണ്ടില്ലേ, ആ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് 108 MP പ്രൈമറി ക്യാമറ, 2 MP ഡെപ്ത് സെൻസറും, പിന്നെ ഒരു AI ക്യാമറയുടെ വരുന്നത്. സെൽഫി ക്യാമറയാണ് 32 MP ക്യാമറയാണ്. ഇനി 108 MP ക്യാമറയിൽ 3x ഇൻ സെൻസർ സൂം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ സൂം ചെയ്തെടുക്കാം. ഇൻ സെൻസർ സൂം ആണ്, 108 MP ഷൂട്ടറാണ്. ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ റെക്കോർഡിംഗ് 2K ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ 2K ആണ്. പിന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്, അത് 1080p റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ സൂപ്പർ നൈറ്റ് മോഡ്, അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. നല്ലൊരു ക്വാളിറ്റി ക്യാമറ UI ആണെന്ന് പറയാം. ഇത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ടെക്നോ പോവ 6 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. എനിക്ക് കുഴപ്പമില്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, കളേഴ്സ് ആണെങ്കിലും റിച്ച്നെസ് ഉണ്ട്, ടോൺസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ബഡ്ജറ്റ് ഡിവൈസ് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഡിവൈസിന് വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 2K റെക്കോർഡിംഗ് ആണ് മാക്സിമം സപ്പോർട്ടുള്ള, ഫുൾ HD 2K ആണ്, 4K സപ്പോർട്ടഡ് അല്ല. അപ്പോൾ ഇതാണ് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വിശദമായി പറയുന്നതാണ് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെ കുറിച്ചുള്ള എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ കാര്യം വരുമ്പോൾ 6000 mAh ബാറ്ററി, 70 watt ചാർജിങ്. അത് തന്നെ ഒരു നല്ല ഒരു സൂപ്പർ കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 6000 mAh 70 watt ഉണ്ട്. 6000 mAh വരുമ്പോൾ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ ടൈം എടുക്കും. അതിന് വേണ്ടിയിട്ട് 70 watt ചാർജിങ് ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ഒരു ഫീച്ചറായിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന Dimensity 6080 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചിപ്പ് കൂടിയാണ്. അപ്പോൾ ഒരു സോളിഡ് ബാറ്ററി ലൈഫ് 6000 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഡീഷണൽ 5000 മേളും ഒരു 1000 mAh കിട്ടിയിട്ടുണ്ട്. സാധാരണ ഫോൺസ് എല്ലാം 5000 ആണല്ലോ. അപ്പോൾ ഒരു 1000 mAh നമുക്ക് അഡീഷണൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സോളിഡ് ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, ഞാനത് പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫേസ് അൺലോക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ടെക്നോ പോവ 6 Proന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഡിസ്പ്ലേ ഒരു ബ്രില്യൻ ഡിസ്പ്ലേ എന്ന് പറയാം ഈ പ്രൈസ് സെഗ്മെന്റിൽ. പിന്നെ എല്ലാ ഫീച്ചേഴ്സും പാക്ഡ് ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ക്യാമറാസ് ആണെങ്കിൽ കുഴപ്പമില്ല, ബാറ്ററി ലൈഫ് ആണെങ്കിൽ നല്ലതാണ്. എല്ലാം കൂടെ നല്ല പവർഫുൾ ആയ ഒരു പ്രോസസ്സർ ആണെന്ന് പറയുന്നില്ല, എന്നാലും ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്, Dimensity 6080. അപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 8GB റാമിന് 19,999 രൂപയാണ്. അത് നിങ്ങൾക്ക് 2000 rupees കാർഡ് ഓഫറിലൂടെ 17,999 രൂപ കിട്ടും. അതേപോലെ തന്നെ 12GB റാമിന് ഒരു അഡീഷണൽ 2000 രൂപ ഉണ്ട്. അപ്പോൾ 21,999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഓഫറിലൂടെ അത് 19,999 കിട്ടുന്നതാണ്. അപ്പോൾ ടെക്നോ പോവ 6 Pro ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ക്യാമറയും ബാക്കിയുള്ള എക്സ്പീരിയൻസ് എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.